നമസ്കാരം. ന്യൂസ് 3ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തമ്മനത്ത് ജലസംഭരണി തകർന്നുണ്ടായ അപകടം, അത് തലനാരിഴയ്ക്കാണ് ജീവന് അപകടമുണ്ടാകാതെ നമ്മൾ കുറേ ആളുകൾ രക്ഷപ്പെട്ടത്. ആ തകർന്ന സമയത്ത് 1 കോടി ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു ആ ടാങ്കിൽ എന്നാണ് വിവരം. ഏകദേശം 80% വെള്ളം അപകട സമയത്ത് ടാങ്കിൽ ഉണ്ടായിരുന്നു എന്നാണ്. 40 വർഷം പഴക്കമുള്ള ടാങ്കാണ് അപകടത്തിൽപ്പെട്ടത്. മലവെള്ളപ്പാച്ചിൽ പോലെ വെള്ളം ഇരച്ചു കയറിയതോടെ വാഹനങ്ങളടക്കം ഒലിച്ചുപോയിരുന്നു. വലിയ ദുരന്തമാണ് ഒഴിവായത്. അക്ഷരാർത്ഥത്തിൽ മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും പി രാജീവും സംഭവ സ്ഥലത്തെത്തിയിരുന്നു. പ്രതികരണങ്ങൾ. ഈ ആലുവ പ്ലാന്റിൽ നിന്ന് ഉള്ള വെള്ളമാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അത് 1200 mm പൈപ്പിൽ കൂടെ വന്ന് 700 mm പൈപ്പിൽ കൂടെ കമ്പാർട്ട്മെൻറ്റ് 1ഉം 2ഉമായി കൊടുക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം മരടിയിൽ നിന്ന് വരുന്ന വെള്ളം കമ്പാർട്ട്മെൻറ്റ് 1ലേക്കായിരുന്നു വരുന്നത്. ഇവിടെ 1 ഇപ്പം നമുക്ക് ക്ഷീണമായ സ്ഥിതിയിൽ ഈ ആലുവ പ്ലാന്റിൽ നിന്ന് വരുന്നതിൻ്റെ 700 mm കമ്പാർട്ട്മെൻറ്റ് 2ലേക്ക് മാത്രമായി ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട്. മരടിയിൽ നിന്ന് വരുന്ന വെള്ളം 1ൽ നിന്ന് മാറ്റി 2ലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടാങ്ക് ഇൻ്റർ കണക്ഷൻ ആയതുകൊണ്ട് ആ ഇൻ്റർ കണക്ഷൻ ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ച് പ്രവൃത്തി പദത്തിലേക്ക് എത്തി. ഡാനി പോൾ വിവരങ്ങളുമായി തമ്മനത്ത് നിന്നും ചേരുകയാണ്. ഡാനി, അക്ഷരാർത്ഥത്തിൽ ഒരു നാടിനെ ഞെട്ടിച്ചൊരു സംഭവമാണ്. എന്തു പറ്റിയെന്ന് പോലും തിരിച്ചറിയാൻ കുറേ സമയമെടുത്തു അവർക്ക്. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ് ഡാനി? അശ്വതേ, നമ്മൾ രാവിലെ വരുമ്പോൾ വലിയ രീതിയിൽ ഇവിടെ എല്ലാം തന്നെ തകർന്ന് കിടക്കുന്ന മതിലുകളെല്ലാം തകർന്ന് ഇവിടേക്ക് വാഹനങ്ങളൊന്നും വരാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായിരുന്നു. ഇപ്പോൾ ഈ സമയത്തേക്ക് വരുമ്പോൾ കുറേ അധികം ഒരു ആശ്വാസമുണ്ട്. കാരണം ഇവിടെ ഇത്രയും പണിയെടുത്ത ആദ്യഘട്ടത്തിലായിട്ട് ഇവർ ഈ വഴിയെല്ലാം തന്നെ ഒരുക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടേക്ക് വാഹനങ്ങൾ കടന്നു വരാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 JCB അടക്കം നിന്ന് ജോലി ചെയ്യുന്ന കാണാം. നമുക്ക് ഈ മതിൽ തകർന്ന് ഇവിടേക്ക് വരികയായിരുന്ന ഒരവസ്ഥ. ഇവിടെ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുകയായിരുന്നു. തുടർന്ന് ഇവിടെ നിന്ന് ഈ മതിൽക്കെട്ടും അതോടൊപ്പം തന്നെ കല്ലും മണ്ണും എല്ലാം ഇവിടേക്ക് ഒഴുകുന്നു. തൊട്ട് അടുത്തുള്ള ഒരു വീട് ഇതാണ്. ഈ വീടിനകത്തേക്ക് നമ്മൾ രാവിലെ വരുമ്പോൾ ഇതിനകത്തേക്കൊന്നും കയറാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് എല്ലാം തന്നെ മാറിയിരിക്കുന്നു. ഇപ്പോൾ കുറേ ഈ വീട് കഴുകി വൃത്തിയാക്കി ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇതിൻ്റെ ചുറ്റുപാടുമുള്ള പണികളെല്ലാം നടക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം ഈ ജോലികളെല്ലാം തന്നെ നടക്കുന്നു. ഈ വീടും പരിസരവും എല്ലാം തീർത്തും വെള്ളക്കെട്ടിൻ്റെ എല്ലാം തന്നെ പിടിയിലായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് കുറേ അധികം തന്നെ ആളുകൾ ഈ പരിസരത്ത് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇവിടേക്ക് ആളുകൾക്ക് കടന്നു പോലും വരാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ മാറിയിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഇവിടേക്ക് കുറേ അധികം മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോഴും പണികൾ അകത്ത് നടക്കുകയാണ്. ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ ഒരു ആശ്വാസം ജനങ്ങൾക്കെല്ലാം തന്നെയുണ്ട്. രാവിലെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അല്ലേ? അതെ, നല്ല ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ ഇവിടെ നിറയെ ചെളിയും വെള്ളമൊക്കെ ആയിരുന്നു. പിന്നെ മതിലും മോട്ടറും ഷീറ്റുകളൊക്കെ പോയിട്ടുണ്ട്. ഏതായാലും വലിയ നാശനഷ്ടമാണ് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീടിൻ്റെ ചുറ്റുമതിലെല്ലാം പൂർണ്ണമായും തകർന്നിരുന്നു. ഈ കാറ് നമ്മൾ രാവിലെ മുതൽ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. മതില് വീണ് കാറ് നല്ല രീതിയിൽ അതിന് കേടുപാടുകൾ സംഭവിച്ചു. എങ്കിലും ഇപ്പോഴത് ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്നു. അതോടൊപ്പം ഇതിൽ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഇനി അവശേഷിക്കുന്നത് കുറച്ച് ഈ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ്. ഏതാണ്ട് 12 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് പ്രാഥമികമായിട്ട് ഇവിടെ വിലയിരുത്തുന്നത്. വലിയ രീതിയിൽ ഇവിടെ ഈ ഏറ്റവും കൂടുതൽ കോമ്പൗണ്ട് വാളുകളടക്കം തകർന്നു പോയതാണ്. ഇരുചക്ര വാഹനങ്ങൾ നിരവധിയായിട്ട് തകരുകയും എല്ലാം തന്നെ ചെയ്തു. ഇത് കുത്തപ്പാടി ആരോഗ്യ മിഷൻ്റെ മന്ദിരമാണ്. ഇതിൽ എല്ലാം തന്നെ മരുന്നും കാര്യങ്ങളും എല്ലാം വെള്ളത്തിലാകുന്ന സ്ഥിതിയിലായി. ഇതിപ്പോൾ എല്ലാം ശരിയായോ? പൂർവ്വസ്ഥിതിയിലായോ? എങ്ങനെയാണ്? ഇപ്പോൾ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്.
ഈ ഫംഗ്ഷൻ തുടങ്ങാനുള്ള ആയിട്ടില്ല. ഞങ്ങൾ എപ്പോഴും ഡാമേജ് ഒക്കെ മാറ്റി വെച്ചേക്കുവാണ്. ഇനി തിരിച്ച് ഫാർമസിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എത്രത്തോളം എന്തൊക്കെയാണ് ഇവിടുന്ന് പോയത്? നമ്മൾ രാവിലെ ഇവിടേക്ക് വരുമ്പോഴേക്ക് അകത്തേക്ക് പോലും കയറാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് സന്തോഷം ആശ്വാസമൊക്കെ ഞങ്ങൾക്കും ഉണ്ട്. ഏതായാലും നല്ല പണിയെടുത്തു അല്ലേ? അതെ, ഞങ്ങൾ ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ക്ലീനിങ് ടീം വന്നിരുന്നു, കോർപ്പറേഷനിൽ നിന്നും വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ക്ലീനിങ് മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ ഫാർമസി ഞാൻ പറഞ്ഞ പോലെ ഫംഗ്ഷൻ അല്ല യൂസബിൾ ആയിട്ടുള്ള മരുന്നൊക്കെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അതൊക്കെ ഇനി തിരിച്ച് കയറ്റണം. രണ്ടാമത് ഒരു ക്ലീനിങ് കൂടെ ആവശ്യമുണ്ട്. നാളത്തേക്ക് അതായിരിക്കും ചെയ്യുക. പിന്നെ ഇതിൻ്റെ പരിസരത്തുള്ള കുറച്ചും കൂടെ ക്ലീനിങ് ഒക്കെ ആവശ്യമുണ്ട്. ഒരു ലാർജ് എമൗണ്ട് താഴെ വെച്ചിരുന്ന കുറേ ഇത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് വില്ലേജ് ഓഫീസിൽ. വെള്ളം കിട്ടുന്ന അവസ്ഥയാണ്. ഇല്ല, ഇപ്പോൾ ആക്ച്വലി ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഞങ്ങളുടെ പൈപ്പൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളം കെട്ടാറുണ്ട് ഓൾറെഡി. ഇങ്ങനെ താഴ്ചയാണല്ലോ ഇങ്ങോട്ടേക്ക്. അപ്പോൾ എന്തായാലും മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ പേഷ്യൻസ് നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അവർക്ക്. കുറച്ച് കാലമൊക്കെ മുങ്ങി തന്നെ അവരെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഏകദേശം ഒന്ന് നോക്കിയാൽ ഇനിയിപ്പോൾ 1-2 ഡേയ്സിൽ നമുക്ക് റീസെറ്റ് പറ്റുമായിരിക്കും. അറിയില്ല, പ്രതീക്ഷിക്കാത്തൊരു സംഭവം. അതെ, ഇന്നൊരു തിരക്കുള്ള ദിവസമാണ്, മൺഡേ OP എന്ന് പറഞ്ഞ. പക്ഷേ അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. OP ക്ലോസ് ആയിരുന്നു ഇന്ന്. നമുക്ക് വർക്ക് തുടങ്ങാൻ കഴിയും അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ ഭിത്തിയൊക്കെ ഇടിഞ്ഞിരിക്കുന്നതുകൊണ്ട് പേഷ്യൻസിനും സേഫ് അല്ല. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെയും വർക്ക് ഉണ്ടാവും. എത്രയും വേഗം പറ്റും അത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏതായാലും അശ്വതി, അത് അവർ ആരോഗ്യ രംഗത്തുള്ളവരാണ്. എത്രയും പെട്ടെന്ന് വർക്ക് തുടങ്ങാൻ അവർക്ക് കഴിയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റ് അവശ്യ സാധനങ്ങൾ, മരുന്നുകളും കാര്യങ്ങളും കൂടി കുറേയധികം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് കൂടി എടുത്തതിന് ശേഷമാണ് ഈ പരിസരം ആകെ വരുമ്പോഴെല്ലാം തന്നെ തകർന്നു കിടക്കുന്നൊരവസ്ഥയായിരുന്നു. അതിൽ നിന്ന് കുറേയേറെ എല്ലാം തന്നെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഏതായാലും നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം തുടരുകയാണ്. ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെയെല്ലാം തന്നെ ഇതിനകത്തേക്കെല്ലാം തന്നെ മണ്ണും അതോടൊപ്പം തന്നെ വെള്ളമെല്ലാം അടിച്ച് കയറി ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ആർക്കും ഒരു നിശ്ചയമില്ലാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കൊച്ചിൻ കോർപ്പറേഷൻ്റെ 45-ാം വാർഡാണിത്. ഏതായാലും ആ വാർഡിലേക്ക് അവിടേക്ക് വളരെ പെട്ടെന്ന് വെള്ളം കുതിച്ചെത്തുന്ന രീതിയിലേക്ക്, സത്യത്തിൽ ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് വരുമ്പോൾ പറഞ്ഞിരുന്നത് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കൊരു ഊഹവുമില്ല. കാരണം മഴയില്ല, കാര്യങ്ങളില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. നേരത്തെ അവിടെ നിന്നൊരു ചേച്ചി ആദ്യഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞത് എന്താണ് സംഭവിക്കുന്നത് എന്നത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വല്ലാതെ ഭയന്നു. ഈ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാണോ, അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് പോലും ഞങ്ങൾ ഭയക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഈ റോഡും കാര്യങ്ങളും എല്ലാം തന്നെ കാണുക. ഈ പരിസരമാകെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു പോയിരുന്നത്. പലയിടത്തും തന്നെ കല്ലും മണ്ണും കൂടിക്കിടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പോലും പറ്റില്ല. ഇതിൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത്. ആർക്ക് എന്ത് പറ്റുന്നു എന്നത് പോലും അറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഇവിടെയാണോ താമസിക്കുന്നത്? പുലർച്ചെ ഇത് എന്തായിരുന്നു ആ സമയത്ത് വീട്ടിലൊരു അവസ്ഥ? അത് ഞങ്ങൾ ഇന്നലെ കുട്ടികൾ ഇന്നലെ നിലത്തായിരുന്നു കിടന്നിരുന്നത്, പാലൊക്കെ വിരിച്ചിട്ട്. അപ്പോൾ ഇവരുടെ ദേഹത്തേക്ക് ആദ്യം വെള്ളം കയറിയത്. ഇവിടെ മൂക്കിലും ചെവിയിലൊക്കെ വെള്ളം കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം വിചാരിച്ചു ഇനി കുപ്പിയൊക്കെ അടുത്ത് വെച്ച് വെള്ളം കുടിക്കാനൊക്കെ പാകത്തിനെ വെച്ചിരുന്നു. ഇനി അതും പറഞ്ഞാന്നോർത്തിട്ട് ഇവരാദ്യം എണീറ്റേ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടമ്മ ഇതേ വെള്ളം കയറുന്നു. നമുക്കും ഐഡിയ ഇല്ല ഇത് എവിടെ നിന്നാണ് കയറുന്നത്. ഞാനീ മോട്ടർ അനിയും രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അവൻ മറന്നു പോയോ നിർത്താൻ, ഇതെന്താ പരിക്കാതെ എവിടെ നിന്നാണെന്ന് അറിയില്ല. നമ്മൾ നോക്കിയപ്പോഴത്തേനും പെട്ടെന്നൊരു എന്താ പറയാ, ഓർക്കുമ്പോൾ ഒരു സ്വപ്നം പോലെ പെട്ടെന്നേ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാനിങ്ങനെ കിടക്കാൻ നേരത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ, അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കയറാനേ. അപ്പം ഞങ്ങളിങ്ങനെ കതക് തുറന്നു നോക്കിയപ്പോഴത്തേനും പെട്ടെന്ന് നമ്മൾ ആദ്യം എണീറ്റ് അണ്ടമ്മേ വെള്ളം എന്ന് പറയുന്ന ആ സമയത്തുണ്ടതിനേക്കാളും വെള്ളമാണ് നിമിഷം കൊണ്ട് നമ്മുടെ റൂമിലും ഒക്കെ ആയി. അപ്പോൾ പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഗേറ്റൊക്കെ അങ്ങനെ ഇവിടെ കിടന്ന വണ്ടിയൊക്കെ അവിടെ വന്ന് കിടന്നു. പെട്ടെന്ന് ഇത് എന്താ സംഭവിച്ചതെന്നൊരു ഐഡിയ കിട്ടിയില്ല. ഇത് വീടിനകമൊക്കെ വൃത്തിയാക്കിയോ? എന്തായി പണി? നമുക്കിവിടെ ആൾക്കാർ വന്നു, തീർച്ചയായിട്ടും ആശ്വാസമായി. വീട്ടിലിപ്പോ കുടിവെള്ളമൊക്കെ വരുന്നുണ്ടോ? നമുക്ക് വെള്ളം വരുന്നുണ്ട്. ചെരുപ്പൊക്കെ ഒഴുകി പോയോ? പേടിച്ചോ?
അത് തിരിച്ച് അതിങ്ങനെ ഞാൻ ആദ്യം കണ്ടേ അതേ മൊത്തം ഞങ്ങൾ പായ കിടന്നപ്പോൾ വെറ്റ്നസ് പോലെ നമ്മൾ എണീറ്റ് നോക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഇവളെടുത്ത് വെള്ളം വെച്ചപ്പോൾ പറയാം അമ്മ അത് വെള്ളം എന്ന് പറഞ്ഞപ്പോൾ അവൾ എണീറ്റായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പൊങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ കിടന്നപ്പോൾ അപ്പോൾ ചെവിയിലും വായിലൊക്കെ പോലെ നമ്മൾക്കിത് മനസ്സിലായില്ല ഇതെന്താ ഫസ്റ്റ് എന്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കഥീൻ്റെ ഇടയിൽ എനിക്ക് കണ്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം കഥീൻ്റെ ഇടയ്ക്കൂടെ വെള്ളച്ചാട്ടം പോലെയായിരുന്നു ചെളിവെള്ളം കയറുന്നത്. അത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മണലും ഇങ്ങനെ പരന്ന് കിടക്കുകയായിരുന്നു.